ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കാഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا تشبع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. സ്നേഹമുള്ളവരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വേണ്ടി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സമയങ്ങളെ അല്ലാഹു തൃപ്തിയുള്ള മാർഗത്തിലേക്ക് മാത്രം വിനിയോഗിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ക്ഷമ എപ്പോൾ എങ്ങനെ എന്ന വിഷയത്തെ കുറിച്ചാണ്. എഴുതുവാനും പറയുവാനും എളുപ്പം പറ്റുന്ന രണ്ടു വാക്കുകളാണ് ക്ഷമ, സഹനം എന്നുള്ളത്. എന്നാൽ ജീവിതത്തിൽ പ്രായോഗിക രംഗത്ത് ഏറെ പ്രയാസമുള്ള കാര്യവുമാണിത്. എന്നാൽ കൂട്ടുകാരെ, ക്ഷമയില്ലാതെ സഹനമില്ലാതെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യവുമല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, സ്വർഗം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് പ്രയാസങ്ങൾ കൊണ്ടാണ്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരം ചെയ്യാൻ കഴിയുള്ളവർക്ക് സ്വർഗത്തിലെത്താൻ കഴിയുള്ളൂ എന്നാണല്ലോ അതിന്റെ അർത്ഥം. അതെ. എന്നാൽ നരകം വലയം ചെയ്യപ്പെട്ടിട്ടുള്ളതോ ദേഹേച്ഛകൾ കൊണ്ടാണ്. എനിക്കും നിങ്ങൾക്കും ഒക്കെ തോന്നിയതുപോലെ ചെയ്യാം, ഇഷ്ടം പോലെ പ്രവർത്തിക്കാം, ആരും തടയാനൊന്നുമില്ല. നേരെ നമുക്ക് നരകത്തിലേക്ക് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. സ്വർഗം കിട്ടാൻ പ്രയാസം സഹിക്കണം. നല്ലൊരു ക്ഷമ ഉള്ളവർക്കേ സ്വർഗം ലഭിക്കുകയുള്ളൂ എന്നാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. ഖുർആൻ നമ്മോട് ചോദിക്കുന്ന കൂട്ടുകാരെ, നിങ്ങൾ എളുപ്പത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ? സൂറ ആൽ ഇംറാൻ 142 ആയത്തിൽ അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅലമില്ലാഹുൽ ലദീന ജാഹദൂ മിൻകും വയഅലമസ് സാബിരീൻ. നിങ്ങളുടെ കൂട്ടത്തിൽ ത്യാഗം ചെയ്യാനും ക്ഷമിക്കാനും കഷ്ടപ്പെടാനും തയ്യാറുള്ളവർ ആരൊക്കെയുണ്ടെന്ന് അറിയുന്നത് വരെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കയറാമെന്ന് വിചാരിക്കുന്നുണ്ടോ? സഹോദരിമാരെ, നമ്മളെ പിടിച്ചു കുലുക്കേണ്ട ഒരു ചോദ്യമാണിത്. നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കേണ്ട ചോദ്യവുമല്ലേ ഇത്? നമ്മുടെ മനസ്സിൽ എല്ലാ നേരത്തും കൊണ്ടു നടക്കേണ്ട ചോദ്യവുമാണിത്. എന്താണ് അള്ളാഹുവിന്റെ ഈ ചോദ്യം? ഒന്നും സഹിക്കാതെ വെറുതെ സ്വർഗത്തിൽ കയറാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ചോദ്യം കുഞ്ഞുനാളിലെ എനിക്ക് വല്ലാതെ അലട്ടിയിരുന്നു. അധികം അറിവൊന്നും ഇല്ലാതെ ഒരു കാലത്താണെങ്കിലും ഈ ചിന്ത എന്നെ കുറച്ചൊക്കെ സ്വയം പാകപ്പെടുത്തി എടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. സഹോദരിമാരെ, നമ്മുടെ സ്ത്രീകളുടെ എല്ലാം നേതാക്കന്മാരായ സുമയ്യ റളിയല്ലാഹു അൻഹു, ആസിയ റളിയല്ലാഹു അൻഹു, ആഷിഖ, ഇവരുടെ ഇവരുടെ ജീവിതത്തിൽ മുസ്ലിമായതിന്റെ പേരിലാണ് അവരനുഭവിച്ച ത്യാഗത്തിന്റെ കഥകൾ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ഇവരുടെയൊക്കെ ഇങ്ങനെയുള്ള സഹാബി വനിതകളുടെയൊക്കെ ജീവിതങ്ങൾ നമുക്ക് അറിവില്ലെങ്കിൽ, ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവരാണ് തീർച്ചയായും ഇത്ര ഇസ്ലാമിന് വേണ്ടി സഹിച്ച ഇവരുടെയൊക്കെ ജീവിതങ്ങൾ നമ്മൾ അറിഞ്ഞേ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു തആല അനുസരിച്ചതിന്റെ പേരിൽ എത്രമാത്രം ക്രൂരതകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ ജീവിതത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ലൊരു ക്ഷമിക്കാൻ കഴിയും. ഖുർആൻ ചോദിക്കുന്നില്ലേ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവുമോ? അതിനാൽ നമ്മുടെ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ നന്നായി അറിയണം. ഏറ്റവും നല്ല അറിവ് അല്ലാഹു സുബ്ഹാനഹു തആലയെ കുറിച്ചുള്ള അറിവാണ്. മുൻകാല ചരിത്രങ്ങളിലൂടെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ സഹായിക്കും. നബിമാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക അയ്യൂബ് നബിയുടെ ക്ഷമയാണ്. രോഗം കൊണ്ട് പരീക്ഷിച്ചപ്പോൾ അയ്യൂബ് നബിയെ
ഏറ്റവും കൂടുതൽ രോഗം കൊണ്ട് പരീക്ഷിച്ച അയ്യൂബ് നബിയാണല്ലോ. പിന്നെ സബറൻ ജമീല എന്ന് പറയുന്ന ആരെ കുറിച്ച്, യാക്കൂബ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച്. ഭംഗിയുള്ള ക്ഷമ. ഈ കഥകളൊക്കെ അറിയാത്തവരായി ആരും ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് അംബിയ മുസ്ലിങ്ങളാണല്ലോ. ഇവരൊക്കെ പോയ സ്വർഗത്തിലേക്കാണ് നമുക്കും എത്തേണ്ടത്. അതെ, ഇവിടെയാണ് അള്ളാഹുവിന്റെ ചോദ്യം. വെറുതെ അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്. അതേ സഹോദരിമാരെ, നല്ലോണം ക്ഷമിക്കാനും സഹിക്കാനും കഴിഞ്ഞവർക്ക് മാത്രമാണ് സ്വർഗം. നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലേ, സ്വർഗം താ, സ്വർഗം താ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. അതിന് യോഗ്യത ഉണ്ടോ ഈ ഞാനും നിങ്ങളും എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ സഹനവും നമസ്കാരവും മൂലം അള്ളാഹുവിനോട് സഹായം തേടുക. തീർച്ചയായും ക്ഷമിക്കുന്നവരോടൊപ്പമായിരിക്കും അള്ളാഹു. പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും നോക്കിയാൽ ധാരാളം സ്ഥലങ്ങൾ ക്ഷമയുടെ മഹത്വം കാണാം. എന്താണ് ക്ഷമ? നമ്മൾ ക്ഷമ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ക്ഷമ? മനസ്സിനെ അടക്കി നിർത്താനുള്ള കഴിവാണ് ക്ഷമ. അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ക്ഷമിക്കണം. 3 കാര്യങ്ങൾ കൂടി നമുക്ക് ക്ഷമ വേണം. ഒന്ന്, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ക്ഷമ. നോമ്പ്, നിസ്കാരം, ഹജ്ജ് എന്നിവയൊക്കെ ചെയ്യണമെങ്കിൽ നല്ല ക്ഷമ തന്നെ വേണം. എന്നാലേ അള്ളാഹു അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഹജ്ജിനെ കുറിച്ച് ആണെങ്കിലും അങ്ങനെ തന്നെ, നല്ല ക്ഷമ. ഹജ്ജിന് പോയവർക്കൊക്കെ അറിയാം, നന്നായിട്ട് ക്ഷമിക്കേണ്ട ഒരു കാര്യമാണ് ഹജ്ജിന്റെ ആ സന്ദർഭങ്ങളിൽ. സക്കാത്ത് കൊടുക്കുന്നവര് കൃത്യമായിട്ട് കണക്ക് നോക്കണമെങ്കിൽ നല്ലൊരു ക്ഷമ തന്നെ വേണം. രണ്ടാമത്തത്, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ്. എല്ലാ അവസരങ്ങളും നമുക്ക് ഉണ്ടായിട്ടും അള്ളാഹുവിന് ഇത് ഇഷ്ടമല്ലല്ലോ എന്ന് കരുതുന്ന തിന്മയിൽ നിന്നും വിട്ടുനിന്നാൽ അത് സ്വർഗം, അങ്ങനത്തെ ഉള്ളവർക്കാണ് സ്വർഗമുള്ളത്. മൂന്നാമത്തെ ക്ഷമ പരീക്ഷണങ്ങൾ വരുമ്പോഴുള്ള ക്ഷമയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത് ബഖറയിലെ 155-ാമത്തെ ആയത്ത് അള്ളാഹു പറയുന്നു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. ഭയം, വിശപ്പ്, സ്വത്തുക്കളും ദേഹങ്ങളിലും ഫലങ്ങളിലും കുറവ് എന്നിവയിൽപ്പെട്ട വല്ലതും കൊണ്ട് നിശ്ചയമായി നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക. അതേ കൂട്ടുകാരെ, പരീക്ഷണത്തിന്റെ ആദ്യ ഘട്ടത്തിലാണ് ക്ഷമിക്കാൻ നമുക്ക് പറ്റേണ്ടത്. ഖുർആൻ നമ്മോട് ചോദിക്കുന്നു, ഖുർആനിൽ അള്ളാഹു നമ്മളോട് പറയുന്നു, അല്ലദീന ഇദാ അസാബത്ഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വല്ല ആപത്തും ബാധിച്ചാൽ അവർ പറയും, ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, ഞങ്ങൾ അവങ്കലേക്ക് തന്നെയാണ് മടങ്ങുന്നവരും. നമുക്ക് എന്തെങ്കിലും തന്നെ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഈ പ്രാർത്ഥന ചെല്ലാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു തിരിച്ചു തരും എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അസ്സബ്റു നസ്ഫുൽ ഈമാൻ. ക്ഷമ ഈമാന്റെ പകുതിയാണ്. സഹോദരന്മാരെ, ക്ഷമയുടെ പ്രാധാന്യം നമുക്കൊക്കെ അറിയാം. ക്ഷമയിലൂടെ ലഭിക്കുന്ന വമ്പിച്ച മഹത്തായ പ്രതിഫലങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, അല്ലെ? എന്നാൽ ക്ഷമയിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴാണ്? ഒരു മുസീബത്ത്, അതായത് ക്ഷമിക്കേണ്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് വരുന്ന ആ പ്രശ്നത്തിന്റെ ആദ്യ സന്ദർഭത്തിൽ തന്നെ നമുക്ക് ക്ഷമിക്കാൻ പറ്റണം. ആദ്യ നിമിഷത്തിൽ തന്നെ നമ്മൾ ക്ഷമിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് അസ്സബ്ർ ഇൻദ സദമത്തിൽ ഊല. ആദ്യ സന്ദർഭത്തിൽ തന്നെയാണ് ക്ഷമ വേണ്ടത്. ക്ഷമിക്കേണ്ട ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതിന്റെ ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ ക്ഷമിക്കണം എന്നാണ്. എന്താണ് ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം? 2 കാരണങ്ങളാണ് ഉള്ളത് സഹോദരിമാരെ. ഒന്ന്, ഒരാൾക്ക് ഒരു പ്രയാസം നേരിട്ടാൽ, ഒരു വിഷമം ഉണ്ടായാൽ അതിന്റെ ആദ്യത്തിൽ തന്നെ ക്ഷമിക്കാൻ പലർക്കും സാധിക്കാറില്ല. അവർ പലതും പ്രവർത്തിക്കും, പലതും ചെയ്യും. ഇങ്ങനെ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് പറയുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ശേഷം ക്ഷമ കാണിക്കുന്ന ചില ആളുകളുണ്ട്. പക്ഷെ ഇങ്ങനെ ക്ഷമ ആവില്ല എന്നല്ല, അള്ളാഹുവിൽ നിന്നും ലഭിക്കേണ്ട പ്രതിഫലവും എത്രയോ കുറവായിരിക്കും. രണ്ടാമത്തെ ആള് എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യഘട്ടത്തിൽ ക്ഷമിക്കുകയില്ല, പിന്നെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞ് അത് മറന്നുപോകും. അത് മനുഷ്യ സഹജമാണ്. അങ്ങനെ ഒരുപാട് ദിവസം കഴിഞ്ഞ് ആ വിഷമങ്ങളൊക്കെ മറന്നതിന് ശേഷം ക്ഷമിക്കുന്ന ക്ഷമയാണ്. അതിന് വേറെ പ്രസക്തിയൊന്നുമില്ല. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ നമ്മൾ മറന്നു. അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. ഏതൊരു വിഷയത്തിലാകട്ടെ അതിന്റെ ആദ്യ സന്ദർഭത്തിൽ ക്ഷമിക്കുന്നവർക്ക് വമ്പിച്ച പ്രതിഫലമാണ് അള്ളാഹു തആല ഓഫർ ചെയ്തിട്ടുള്ളത്. നീ ക്ഷമിക്കുകയും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കാക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അള്ളാഹു പറയുന്നു, ഇന്ത സദമത്തിൽ ഊല, ആദ്യഘട്ടത്തിൽ തന്നെ നീ ക്ഷമിച്ചാൽ
സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലം നിനക്ക് ഞാൻ തൃപ്തിപ്പെടുന്നില്ല. അപ്പോൾ സഹോദരിമാരെ, ആദ്യഘട്ടത്തിൽ ക്ഷമിക്കുന്നവർക്ക് പ്രതിഫലം സ്വർഗമാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ഖബർസ്ഥാനിന്റെ അടുത്ത് കൂടി നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ ഒരു ഖബറിന്റെ അടുക്കൽ നിന്ന് കഴിയുന്നത് കണ്ടു. തന്റെ കുഞ്ഞ് മരിച്ചതിന്റെ വിഷമത്തിൽ അവിടെ നിന്ന് കഴിയുന്ന ആ സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷമിക്കാൻ പറഞ്ഞപ്പോൾ ആ സ്ത്രീ തന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സംസാരിക്കുന്നതെന്ന് അറിയാതെ പറഞ്ഞു, നിങ്ങൾ എന്നെ വിട്ടു പോവുക, ഞാൻ അനുഭവിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. പിന്നീട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീ പ്രവാചകന്റെ അടുത്ത് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് നൽകിയ ഉപദേശം ഇതായിരുന്നു: ഇന്നമ സബർ എന്ത സദമത്തിൽ ഊല, ആദ്യ തന്നെയാണ് ക്ഷമിക്കേണ്ടത്, പിന്നീട് ക്ഷമിച്ചിട്ട് കാര്യമില്ല എന്നായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പല പ്രയാസങ്ങളും തന്നെ നമ്മെ പരീക്ഷിക്കും. അതിലെല്ലാം നാം ക്ഷമിച്ചു നിൽക്കുകയാണ് വേണ്ടത് എന്നാണ് ഇന്നല്ലാഹ മഹസ്വാബിരീൻ. അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ എന്ത് പ്രയാസം വന്നാലും ക്ഷമിക്കുന്നവരായി നിലകൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടമുള്ള അടിമയെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുമെന്നല്ലേ പ്രിയപ്പെട്ടവരെ. എന്റെ ജീവിതത്തിലും എനിക്ക് എന്റെ റബ്ബിന്റെ ആ ഇഷ്ടം അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. സൂറ ബക്കറയിലെ 155 ആയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ജീവിതത്തിൽ ഞാൻ പരിധിയായിരുന്നു. ഇങ്ങനെ ഇതുവരെ ഒരു പരീക്ഷണമൊന്നും എനിക്ക് വന്നിട്ടില്ലല്ലോ. നല്ലൊരു സമാധാന ജീവിതമായിരുന്നു എന്റേത്. സ്വന്തം വീട്ടിൽ ഉമ്മയും ഉപ്പയും സഹോദരന്മാരുടെയും ഒക്കെ വേണ്ടുവോളം സ്നേഹം ലഭിച്ചു. കല്യാണം കഴിഞ്ഞപ്പോഴാണെങ്കിലും നല്ലൊരു ഇണയും കുടുംബവും എന്റെ റബ്ബ് എനിക്ക് തന്നു, അൽഹംദുലില്ലാഹ്. പിന്നെ ഭർത്താവിലൂടെയുള്ള ഗൾഫ് ജീവിതം കിട്ടി. അപ്പൊ ഈ ആയത്തിൽ പറയുന്ന ഒരു പരീക്ഷണം ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. അവിടെയും ഗൾഫ് ജീവിതത്തിന്റെ ഇടയിൽ എനിക്ക് കുറെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവിടെയും ഖുർആൻ ക്ലാസ്സുകൾ വഴി നല്ല നല്ല കൂട്ടുകാരുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും സമാധാനപരമായ ജീവിതമായിരുന്നു, അൽഹംദുലില്ലാഹ്. ഞാൻ ലാസ്റ്റ് താമസിച്ചിരുന്ന സ്ഥലത്ത് വെച്ച് കുറച്ച് കൂട്ടുകാരെ വെച്ച് ഞാൻ ചെറിയൊരു ക്ലാസ് നടത്താറുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ ഒരു ചെറിയ ഇൽമു വെച്ച് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കൊരു വേദി ഒരുക്കിട്ട് എനിക്ക് ഒരു വലിയൊരു സന്തോഷമായിരുന്നു. ഒരു ചെറിയൊരു മുദാക്കറ കൂടാ ഇങ്ങനെ മറ്റുള്ളവർക്ക് ഇൽമു പറഞ്ഞു കൊടുക്കാന്ന്. എനിക്ക് ചെറിയ അറിവുള്ളെങ്കിലും അൽഹംദുലില്ലാഹ് അതിന് എനിക്ക് അല്ലാഹു സാധിപ്പിച്ചു. അവിടെ വെച്ച് എന്റെ കൂട്ടുകാരെല്ലാം അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കുമ്പോൾ എനിക്ക് അറിയാവുന്ന രീതിയിലെല്ലാം അവരെ ആശ്വസിപ്പിക്കാറുണ്ടായിരുന്നു. ദുആ പറഞ്ഞു കൊടുത്തു. ഞാൻ അവരെ പരീക്ഷണ ഘട്ടങ്ങളിലൊക്കെ ഇന്ന് ക്ഷമിക്കാൻ ഉപദേശിക്കുക ചെയ്തു. ഞാൻ കൂട്ടുകാരോട് പറയും, ഉപദേശിക്കാൻ എളുപ്പമായിട്ടാ, അനുഭവിക്കുമ്പോഴേ അതിന്റെ തീവ്രത മനസ്സിലാവും എന്ന് ഞാൻ അവരോട് പറയുന്നുണ്ട്. എന്നാലും റബ്ബിൽ തവക്കുൽ ചെയ്യാനും റബ്ബിന്റെ കാരണം പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോഴൊക്കെ എന്റെ റബ്ബില്ലേ എന്നോട് ചോദിക്കുന്നുണ്ടാവും, നിനക്കൊരു പരീക്ഷണം തരട്ടെ, നീ ക്ഷമിക്കോ എന്ന് നോക്കുന്നുണ്ടായി എന്റെ റബ്ബ്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ. ഈ കഴിഞ്ഞ റമദാനിൽ എന്റെ ഹസ്ബൻഡിന് ഒരു ചെറിയ പനിയും നീണ്ടു നിൽക്കുന്ന ചുമയും വന്നു. ഗൾഫിലായിരുന്നോണ്ട് തന്നെ അവിടുത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പം പറഞ്ഞൊരു ഇൻഫെക്ഷൻ ആയിരുന്നു. ഈ ചുമ ഇങ്ങനെ മാറാതെ ഇരിക്കുന്ന കാരണം ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊന്ന് നാട്ടിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് വന്നോ, കാര്യമായിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല, ചുമയല്ലേ. അതിനിടെ നമുക്ക് എന്റെ ഹസ്ബൻഡിന്റെ കമ്പനി നമുക്കൊരു ട്രിപ്പ് ഇന്റർനാഷണൽ ട്രിപ്പും ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്റർനാഷണൽ ട്രിപ്പ് എന്നെല്ലാം പറയാം ജീവിതത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു കാര്യം കൂടെയാണ് എന്നെ പോലുള്ള ആൾക്കൊക്കെ. അത് ജോർജിയയിലേക്കായിരുന്നു. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ട്രിപ്പിനുള്ള എല്ലാം തയ്യാറാക്കിയെടുക്കുന്നു. എല്ലാവർക്കും അറിയുന്നല്ലേ ഒരു ട്രിപ്പ് കിട്ടുക, അതിനു വേണ്ടി നമ്മൾ എത്രമാത്രം സന്തോഷിക്കും. കുട്ടികളും ഞാനും അടങ്ങുന്ന എന്റെ കുടുംബം. അങ്ങനെ ഹസ്ബൻഡിന്റെ ട്രീറ്റ്മെന്റിന്റെ ആവശ്യത്തിന് വളരെ കുറഞ്ഞ ഒരു 7 ദിവസത്തേക്ക് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചെത്തി. ചുമന്റെ ട്രീറ്റ്മെന്റ് അല്ലേ, അത് പെട്ടെന്ന് കഴിയുമെന്നുള്ളതിലായിരുന്നു നമ്മളെ പ്രതീക്ഷ. പക്ഷെ ഓരോ ദിവസം കഴിയുന്നോളും കുറച്ച് അവരുടെ ഡോക്ടർ നമ്മളോട് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. അഡ്മിറ്റ് ആക്കിയ ശേഷം ഓരോ ടെസ്റ്റ് നമ്മുടെ ജീവിതം മാറ്റി മറിയാൻ തുടങ്ങി. ഓരോ ദിവസവും ഓരോ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരുന്നു. അവസാനം ഡോക്ടർമാർ ഉറപ്പിച്ചു ക്യാൻസർ ആണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഡോക്ടർ ഇത് പറയുമ്പോൾ കണ്ണുനീരോടെയാണെങ്കിലും സാരമില്ല ഡോക്ടറെ, എന്റെ റബ്ബിന്റെ ഇഷ്ടമല്ലേ, സാരമില്ല എന്നൊക്കെ പറയാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. എനിക്ക് ഫസ്റ്റ് വന്ന ചിന്ത, എത്രയോ ആൾക്കാർ പല അസുഖം കൊണ്ട് വർഷങ്ങളായി പരീക്ഷണങ്ങൾ പെട്ടുകൊണ്ടിരിക്കും. എന്തുകൊണ്ട് എന്റെ റബ്ബിനെ എന്നെ പരീക്ഷിച്ചുകൂടാ? അൽഹംദുലില്ലാഹ്. ആ ഒരു ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സാധാരണ ഗൾഫിൽ നിന്നെല്ലാം വന്നതിന് നമുക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല. ഇപ്പൊ തിരക്കാ, എത്ര പെട്ടെന്നാ തിരിച്ചു പോണ ഡേറ്റ് ആയി എന്ന് വിചാരിക്കും. എന്നാൽ സുബ്ഹാനല്ലാഹ്, ഇപ്പോഴിതാ ഒരു ടെസ്റ്റിന്റെ റിപ്പോർട്ട് നമ്മുടെ ജീവിതം മാറ്റിമറിച്ചിരിക്കുന്നു. എങ്ങും പോകാനില്ല,
തീരെ തിരക്കില്ല, നമുക്ക് ഇഷ്ടം പോലെ സമയം, ഒരു ചിന്ത മാത്രം, ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ്. ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ ഈ ദുനിയാവിലെ സുഖം. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആ ട്രിപ്പെല്ലാം മുടങ്ങി. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ടേണിങ് ആയിരുന്നു അത്. എനിക്ക് പരീക്ഷണം വന്നത്. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. എന്റെ റബ്ബ് എന്നെ പതറാതെ പിടിച്ചു നിർത്തി. എന്റെ ഇക്കാക്ക് അസുഖം കൂടുതലായി, ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. എന്റെ റബ്ബിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു. ഡോക്ടർമാർക്ക് എന്താ തെറ്റുപറ്റൂലേ റബ്ബെ, ആ റിപ്പോർട്ടെല്ലാം നീ തിരുത്തി എഴുതണേ റബ്ബെ, നീ ഇതിനെല്ലാം എന്തായാലും റബ്ബിന് കഴിയാത്ത ഒന്നുമില്ല എന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു. അവസാനം എന്റെ റബ്ബിന്റെ ഇഷ്ടം ഇതാണെങ്കിൽ, യാ റബ്ബെ, എനിക്ക് ഒരു ആഗ്രഹം മാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച എന്റെ ഇണക്ക് ഷഹാദത്ത് കലിമ ചെല്ലണം കഴിയാണ് റബ്ബെ. അതേ എനിക്കുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, വേറെ ഒന്നും എനിക്ക് പിന്നെ എന്റെ മുമ്പിൽ ഇല്ല. അവസാനം ഒരു വെള്ളിയാഴ്ച ആയിരുന്നു കൂട്ടുകാർ എന്റെ ഹസ്ബൻഡ് പോയത്. എന്തോ അന്ന് രാവിലെ തന്നെ എന്റെ ഇക്കാനെ കണ്ടപ്പോ തന്നെ അവരെ മുഖം കണ്ടപ്പോ ഇന്നായിരിക്കും അവരെ നമ്മളെ വിളിക്കുന്നതെന്ന് ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പൊ തൊട്ടാ ഞാൻ അവരെ റെഡിയാക്കി നിർത്തണം എന്നുള്ള ആ തിരക്കിലായിരുന്നു. മോളോട് പറഞ്ഞു, മോളെ ഉപ്പാക്ക് ഒന്നു കൊടുത്തു കൊടുത്തു, നല്ല ക്ഷീണമായിട്ടൊന്നും അങ്ങനെ ഒരേ കിടപ്പ് തന്നെ. റൂമിൽ ഖുർആൻ പാരായണം നടത്താനായിട്ട് ഞാൻ മക്കളോട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്തെന്നില്ലാത്തൊരു ധൈര്യം എന്റെ റബ്ബ് എനിക്ക് തന്നു. കൂട്ടുകാരെ, ഇത്തരം സന്ദർഭത്തിൽ എനിക്ക് അന്ന് തോന്നിയത് ബക്കറ ഓതാനാണ്. ബക്കറ ഓതാൻ ഞാൻ എന്റെ മക്കളോടെല്ലാം പറഞ്ഞു. ബക്കറ പാരായണം ചെയ്യുന്നിടത്ത് പിശാച് നിൽക്കില്ല എന്നല്ലേ, അത് എനിക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കൂട്ടുകാരെ. അതായത് ഒരു സമയത്ത് നല്ല ഒരു പിശാചിന്റെ ഇടങ്ങേറ് പോലെ നമുക്ക് തോന്നിയെങ്കിലും ഞാൻ വീണ്ടും കുട്ടികളോട് ബക്കറ എടുത്ത് ഓത് മക്കളെ എന്ന് പറഞ്ഞപ്പോ ചിരിക്കുന്നതായിട്ടും കാണാൻ. സുബ്ഹാനല്ലാഹ്, എന്റെ ഒരു വസിയത്താണ് നിങ്ങളോടെല്ലാം എനിക്ക് പറയാനുള്ളത്. ഇത്തരം ഘട്ടത്തിൽ പതറാതെ നിങ്ങൾക്ക് കിട്ടിയ അറിവ് വെച്ച്, എന്തായാലും ഇത് നമുക്ക് വെച്ചതാണ്, എല്ലാവർക്കും പറഞ്ഞതാണ്, ഏതൊരു ആത്മാവും എന്തായാലും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യുന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ അവരെ റെഡിയാക്കി നിർത്താൻ നോക്കുക. നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ പ്രിയപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കാൻ നോക്കുക. അങ്ങനെ നമ്മുടെ ഹബീബായ റസൂലിന്റെ വഫാത്തിനെ കുറിച്ച് കേട്ട കാര്യങ്ങളൊക്കെ എനിക്ക് അന്നേരം ഓർമ്മ വന്നു കൂട്ടുകാരെ. ഇങ്ങനെയൊക്കെയാണ് റസൂലിന് ഉണ്ടായിരുന്നത്. നല്ല ക്ഷീണമായിരുന്നു എന്റെ റസൂലിന്, നല്ല തലവേദനയായിരുന്നു, 3 ദിവസത്തോടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം എന്റെ മനസ്സിൽ ഇങ്ങനെയേ ഉള്ളൂ. ഇവിടെ ഒരു മരണം സംഭവിക്കുക എന്നുള്ളതല്ല, എനിക്കിവരെങ്ങനെയും നല്ല നിലയിലായിരിക്കാം. ഇതെന്റെ റസൂൽ അനുഭവിച്ചതാണ്. ഞാൻ എന്റെ ഇക്കാനോട് സമാധാനിപ്പിച്ചുകൊണ്ട് ചെവിയിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്, അള്ളാഹു കാരുണ്യവാനാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ റസൂലിന് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ ഒന്നും ബേജാറായിരുന്നു. സംസം വെള്ളം കൊടുത്തിട്ട് നിക്കറ് ചൊല്ലി കൊടുത്തു, എല്ലാവരും ചുറ്റും ഉണ്ടായിരുന്നു. ഇക്കാന്റെ നാവ് ഇങ്ങനെ അനങ്ങുന്നുണ്ടെങ്കിലും ശബ്ദം വരുന്നതായിട്ടൊന്നും ആർക്കും ഇങ്ങനെ കേൾക്കുന്നില്ല. അന്നൊന്നും സംസാരിച്ചിട്ടുള്ളൂ. എന്നാൽ ഞാൻ എന്റെ ഇക്കാരോട് പറഞ്ഞു, എനിക്ക് കേൾക്കാനായി ഒന്ന് ദിക്റ് ഒച്ചത്തിലൊന്ന് ചെല്ലണേ. വേഗം ഒന്നും ചെല്ലില്ല. കുറെ കഴിഞ്ഞപ്പോ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേൾക്കുന്നത്. ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ സന്തോഷം എനിക്കല്ല കേൾപ്പിക്കാൻ പറ്റും. എന്നാ അൽഹംദുലില്ലാഹ്, എനിക്കത് മതി. നല്ല ക്ഷമയും സൽസ്വഭാവവും വിനയവും താഴ്മ എന്നുകൊണ്ട് എല്ലാ നല്ല സ്വഭാവം അടങ്ങിയ ഒരു മനുഷ്യനായിരുന്നു എന്റെ ഭർത്താവ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അള്ളാഹു ഈ ഒരു ഭാഗ്യം അദ്ദേഹത്തിന് നൽകിയത്. ലാ ഹൗല വലാ ഖുവത ഇല്ല. എനിക്കത് മതി, എനിക്കത് മാത്രം മതി എന്നായിരുന്നു എന്റെ ചിന്ത. നമ്മുടെ റബ്ബിനോട് നമ്മൾ മനസ്സറിഞ്ഞ് ചോദിച്ചാൽ റബ്ബ് ഉറപ്പായും തരും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹൈറായ രൂപത്തിൽ അത് തരുന്ന ചെയ്യും. അതെനിക്ക് നല്ല അനുഭവം ഉണ്ട് കൂട്ടുകാരൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കണം എന്ന് പറയാൻ ഉപദേശിക്കാൻ എല്ലാം എളുപ്പമാണ്. പക്ഷെ അത് സ്വയം അനുഭവിക്കുമ്പോഴുണ്ടല്ലോ അതിന്റെ തീവ്രത അറിയുകയുള്ളൂ. നമ്മുടെ ഈ സദസ്സിൽ ഭൂരിപക്ഷം ആളും പല പരീക്ഷണങ്ങൾ കടന്നുപോയതായിരിക്കും. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ശരിക്കും അറിഞ്ഞവരാണെങ്കിൽ, അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ, ഇത് അള്ളാഹുവിന്റെ പരീക്ഷണം എന്ന് അറിയാൻ കഴിഞ്ഞവരാണെങ്കിൽ ഒരു പ്രത്യേക സുഖം നമുക്ക് തോന്നാറില്ലേ? ഒരു പ്രത്യേക ഒരു നോവായിട്ട് ഇത് തോന്നാറില്ലേ? എന്റെ റബ്ബിന്റെ വാക്കുന്നല്ലേ, എന്റെ റബ്ബില്ലേ, അവനക്ക് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും എന്റെ റബ്ബുണ്ട് എന്റെ കൂടെ എന്നൊരു തവക്കൽ ശരിക്കും നമുക്ക് ശക്തി തരുന്നില്ല കൂട്ടുകാരൻ. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ എന്ന് നമുക്ക് ഉറച്ച് മനസ്സിൽ തട്ടി പറയാൻ കഴിയുന്നില്ല കൂട്ടുകാരൻ. നെഞ്ചിലൊരു പുകച്ചിലും സങ്കടവും ഒറ്റയ്ക്കിരിക്കുമ്പോൾ കണ്ണുനീർ ധാരാളമായി വരുന്നുണ്ടെങ്കിൽ
എന്റെ റബ്ബിന്റെ ഇഷ്ടമായത് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സ് നിറയെ ഉണ്ടാകുന്നില്ല. 4 മാസവും 10 ദിവസവും അള്ളാഹു യുദ്ധ പറഞ്ഞത് തന്നെ നമ്മുടെ ഇണയെ കുറിച്ചുള്ള ഓർമ്മയിൽ കഴിയാനാണ്. അവരെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം പിടയാറില്ല. അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബിവിയെ കുറിച്ച് ഓർമ്മ വരും. കൂട്ടുകാരെ, വബശ്ശിരി സാബിരീൻ, നബിയെ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന അള്ളാഹുവിന്റെ വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഏതൊരു പ്രയാസത്തിലും നിന്റെ പിന്നിലും എളുപ്പമുണ്ടാവും ഇൻഷാ അല്ലാഹ്. യാ അല്ലാഹ്, നിന്റെ കൽപ്പനകൾ ഞങ്ങൾ ലംഘിച്ചു പോയെങ്കിൽ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളുടെ പോരായ്മകളുടെ മേൽ ഞങ്ങൾക്ക് വിജയം തരികയും ചെയ്യണമേ. നാവിൽ ഷഹാദത്ത് ഉരുവിട്ടുകൊണ്ട് മരണം ഞങ്ങൾക്ക് ഇനി പ്രദാനം ചെയ്യണം. ഞങ്ങൾക്കും ഞങ്ങൾക്കിടയിൽ മരണപ്പെട്ടവരുടെ കബറുടെ വിശാലമാക്കുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്യണം. ഞങ്ങളുടെ കർമ്മങ്ങൾ ഇല്ലെങ്കിൽ നീ രേഖപ്പെടുത്താൻ കബറിലെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ലഘൂകരിച്ചു തരണമേ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്തിലായിക്കൊണ്ട് ഞങ്ങളെ നീ മരിപ്പിക്കുകയും അതേ അവസ്ഥയിൽ തന്നെ ഞങ്ങളെ ഉയർത്തിയേൽപ്പിക്കുകയും ചെയ്യണം. ഞങ്ങൾക്ക് ഇടയിൽ മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി നീ അനുഗ്രഹിക്കണമേ. اللهم اغفر لي ولوالدي والمؤمنين والمؤمنات والمسلمين والمسلمات احياء منهم والاموات. اللهم اني عبدك وابن عبدك وابن امتك ناصيتي بيدك ماض في حكمك عدل فيك اللهك اسالك بكل اسم هو لك سميت به نفسك او استأثرت به في علم الغيب عندك ان تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم. ربنا واجعلنا مسلمين لك ومن ذريتنا امة مسلمة لك وارنا مناسكنا وتب علينا انك انت التواب الرحيم. واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمة الله وبركاته.